പുളിയില്ലാതെ മീൻ കറിയുടെ അതേ രുചിയിൽ കോവയ്ക്ക കൊണ്ട് നമുക്കൊരു കറി തയ്യാറാക്കി നോക്കിയാലോ. ചട്ടിയിലോട്ട് ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ കഷ്ണങ്ങളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി തേങ്ങയുടെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം തേങ്ങയുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് തിളച്ച് വരുന്ന ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കോവയ്ക്കയിലായിരുന്നു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടുള്ള വറവും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിയെ വെല്ലുന്ന കോവയ്ക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുതേ. ബൈ.